സ്പാകളിൽ വിഭജിക്കാനാണോ ഈ പോലീസുകാരുടെ സമയം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഏജ് കാറ്റഗറി വരെ തരുന്നുണ്ട്. 18 വയസ്സുള്ള ആളെ വേണോ, 19 വേണോ, 20 വേണോ? ആ സമയത്ത് വൻ തുകയാണ് ഇത്തരം ഓഫീസേഴ്സിന് കൊടുക്കുന്നത്. ചേട്ടൻ ആലോചിച്ച് നോക്കാം. എന്നിട്ടും അവരുടെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്പായിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതായിട്ട് അവർ കണ്ടു ഭാവിക്കുന്നതേ ഇല്ല. പക്ഷേ പ്രത്യേക സമയങ്ങളിൽ അവർ ആ സ്പാകൾ സന്ദർശിക്കുന്നുണ്ട്. കൈപ്പറ്റേണ്ടത് കൃത്യമായി കൈപ്പറ്റുന്നുണ്ട്. ചില സ്പാകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഉടമസ്ഥത അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ പോലും സർവീസുകൾ ചില തലമുതിർന്ന ഏമാന്മാർക്ക് സൗജന്യമായി കിട്ടുന്ന ഈ സർവീസും അതിനൊപ്പം കിട്ടുന്ന പണവും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് എന്ത് നെറികേടിനും ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്യുന്നു. എത്രയോ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് പോലീസുകാർക്ക് ലിങ്ക് ഉണ്ടെന്നറിയാം. മിക്ക പോലീസുകാർക്കും തന്നെ ബിനാമി ബിസിനസ്സുകൾ പലതും ഉണ്ട്. ഇവിടെ ബസ് ഓണേഴ്സ് ആയിട്ടുള്ള പോലീസുകാരുണ്ട്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകാരായിട്ടുള്ള പോലീസുകാരുണ്ട്. അതുപോലെ തന്നെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഈ സ്പാകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, പിന്നെയും എന്തുകൊണ്ടാണ് ഈ ലൈസൻസുകളൊന്നും കട്ടാക്കാത്തത്? പ്രശാന്ത് ഏട്ടാ, നമ്മുടെ ആഭ്യന്തരം നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നീടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷയേകേണ്ട പോലീസിന് എന്താണ് പണി എന്നുള്ളത്. കുറെ കാലം മുമ്പ് ഇവിടെ കുറെ സ്പാകളുടെ റെയ്ഡൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇതിന് കാവൽ നിൽക്കുന്നത് തന്നെ പോലീസുകാരാണെന്നാണ് അന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നത്. ഇവിടെ കൊച്ചിയിൽ സ്പാകളിൽ വിഭജിക്കാനാണോ ഈ പോലീസുകാരുടെ സമയം എന്ന് പറയുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? ആതിര, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പായിൽ പോകുന്നത് പാൽപ്പായസം കുടിക്കാനൊന്നും അല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ് സ്പാകളുടെ പ്രവർത്തനം എന്നും അറിയാം. സ്പാ എന്ന പേരിൽ പലയിടങ്ങളിലും, എല്ലാ സ്പാകളെയും ഒരുമിച്ച് അടച്ചു കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. സ്പാ എന്ന പേരിൽ പലയിടങ്ങളിലും നടക്കുന്നത് വ്യഭിചാരം തന്നെയാണെന്നുള്ള കാര്യം അറിയാം. പല സ്പാകളുടെയും പല കഥകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പാകളിൽ റെയ്ഡ് നടന്നത് തന്നെ ഇങ്ങനെ സ്പാകളുടെ മറവിൽ വ്യഭിചാര പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ള കാരണത്താൽ തന്നെയാണ് സ്പാകളിലൊക്കെ സെർച്ച് നടന്നിരുന്നത്. പക്ഷേ എല്ലാ സ്പാകളെയും പറ്റില്ല. കാരണം സ്പാകൾ എന്ന് പറയുന്നത് മസാജ് സെന്റേഴ്സ് ആയിട്ടും എല്ലാം അത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്പാകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ചില സ്പാകളിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് പ്രത്യേക സർവീസിന് വേണ്ടിയിട്ട് അവർ ചോദിക്കും, മറ്റെന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ചില സ്പാകൾ ഇവിടെ നിരന്തരം നടക്കുന്നുണ്ട്. ആ സ്പാകളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം ആൾത്തിരക്കൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു സ്പാ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്താണ് അവിടെ നടക്കുന്നതെന്നറിയാൻ നമുക്ക് പ്രത്യേകം അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയം ഡിമാൻഡബിൾ ആണ്. അവിടെ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. ഇപ്പൊ പ്രശാന്തേട്ടൻ വരുന്ന സമയത്ത് പ്രശാന്തേട്ടൻ ജസ്റ്റ് മസാജ് മതി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രത്യേക സർവീസ് വേണമെങ്കിൽ പ്രത്യേക പണം നൽകണം. അതിനകത്തായിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏജ് കാറ്റഗറി വരെ തരുന്നുണ്ട്. 18 വയസ്സുള്ള ആളെ വേണോ, 19 വേണോ, 20 വേണോ? നിങ്ങൾക്ക് ഏത് പ്രായമുള്ള ആളെ വരെ അവിടെ കിട്ടും. അതിന് വൻ തുക തന്നെയാണ് ഈ പറയുന്ന പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ ആൺകുട്ടികൾക്കും കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ പെൺകുട്ടികളെ മാത്രമാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്പാകളിൽ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികളെ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതി മാത്രമല്ല, ആൺകുട്ടികളെയും വൻ തുക മുടക്കിയിട്ട് അല്ലെങ്കിൽ വൻ തുക വാങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിലും പെൺകുട്ടികൾക്ക് വേണമെങ്കിലും ഇത്തരം സർവീസുകൾ സുലഭമാണ്. ആണുങ്ങൾ ചെന്ന് കഴിഞ്ഞാലും ഇത് ഓക്കെയാണ്. പക്ഷെ ഇത് ഇല്ലീഗലാണ്. സ്പാ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇത്തരം സെക്സ് വർക്കുകൾ അല്ലെങ്കിൽ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് സ്പായുടെ മറവിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അത് ഇല്ലീഗലാണ്. ആ സമയത്ത് വൻ തുകയാണ് ഇത്തരം ഓഫീസേഴ്സിന് കൊടുക്കുന്നത്. ചേട്ടൻ ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ആലുവ സ്റ്റേഷൻ പരിധിയിൽ ഇങ്ങനെ ഒരു സ്പാ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് അറിവുണ്ടാവില്ലേ? എന്നിട്ടും അവരുടെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്പായിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതായിട്ട് അവർ കണ്ടു ഭാവിക്കുന്നതേ ഇല്ല. പക്ഷേ പ്രത്യേക സമയങ്ങളിൽ അവർ ആ സ്പാകൾ സന്ദർശിക്കുന്നുണ്ട്. കൈപ്പറ്റേണ്ടത് കൃത്യമായി കൈപ്പറ്റുന്നുണ്ട്. ചില സ്പാകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഉടമസ്ഥത അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ പോലും ഇത്തരം ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തിൽ ആരെങ്കിലും പെട്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണ്ടൊരു സ്പായിൽ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി സ്പായിൽ പ്രവർത്തിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ടുള്ള ഒരു പണിയാണ് ഇത്തരം സ്പാകളിൽ പോവുക. അതും വൻ തുകയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് പെട്ടുപോകുന്ന പെൺകുട്ടികളുണ്ട്. അതിനകത്തിൽ
ചിലപ്പോൾ ഈ 18 വയസ്സുകാരിയുടെ അടുത്ത് സെക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നത് 50-കാരനോ 60-കാരനോ ആയിരിക്കാം. ഇത്തരം പ്രവർത്തികൾ നടക്കുന്നത് നിർബന്ധിച്ചൊന്നും ആരും അതിനകത്ത് നടത്തുന്നൊന്നുമില്ല. എല്ലാവർക്കും ഓക്കെ ആയിട്ടാണ് നടത്തുന്നത്. പക്ഷേ ഇതിനകത്തിൽ ഈ തോന്നിവാസപരമായിട്ട് പരിപാടി ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത്തരം ഉദ്യോഗസ്ഥർ ഇത് കണ്ടു നടിക്കുകയും അതിൻ്റെ ഈ പങ്ക് പറ്റുന്ന ഒരു രീതി, അതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. ഇത് ഇവിടുത്തെ എത്ര സ്പാകൾ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്കൂ ചേട്ടാ, ഇവിടുന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ സ്പായിൽ ഇങ്ങനെ പരിപാടി നടത്തുന്നുണ്ട്, ലീഗലായിട്ട് അവിടെ സ്പാകൾ മസാജിങ് മാത്രമല്ല മറ്റു പരിപാടികൾ നടത്തുന്നുണ്ടെന്ന് കണ്ടെത്തുന്നു, ഒരു പ്രഹസനത്തിനായിട്ട് അവിടെ പോലീസ് വന്നെത്തുന്നു, അവർ റെയ്ഡ് നടത്തുന്നു. ചില റെയ്ഡിനകത്തിലൊക്കെ പെൺകുട്ടികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്, ആൾക്കാരെ കൊണ്ടുവന്ന് കാണുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഈ സ്പാകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, പിന്നെയും എന്തുകൊണ്ടാണ് ഈ ലൈസൻസുകളൊന്നും കട്ടാക്കാത്തത്? ഇങ്ങനെ കട്ടാക്കും. ഇതിന്റെ ഉടമസ്ഥാവകാശവും അതേപോലെ ഇത്രയും കാലം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പൈസയും പറ്റിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് പ്രഹസനപരമായി അവിടെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ മീഡിയയുടെ മുൻപിൽ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ്. പക്ഷേ എല്ലാവരും പറയുന്നത് പോലെ ഇത് നിർബന്ധിക്കുന്നില്ല ആരെയും. ചേട്ടന് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടാത്തതാണെങ്കിൽ പോകേണ്ടതില്ല. എല്ലാ സ്പാകളും അങ്ങനെയൊന്നുമല്ല, വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഇല്ലീഗൽ അല്ലാത്ത സ്പാകളും ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പാകളെയും അടച്ച് കുറ്റം പറയാനായിട്ട് നിൽക്കുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പാകളിലോട്ട് പോകണമെന്നും പറഞ്ഞ് ആരെയും നിർബന്ധിക്കുന്നില്ല. എൻ്റെ സ്പായിലോട്ട് നീ വരണം, ഇവിടെ സർവീസ് ഉണ്ട്, നീ അത് ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് ഒരു സ്പാ ഓണേഴ്സും ആരുടെ അടുത്തേക്ക് പോകുന്നില്ല. ഇവിടെ ചിലർ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നു, അവരുടെ ആവശ്യത്തിന് വേണ്ടി സർവീസ് കൊടുക്കുന്നു. അത് തെറ്റായ കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന മസാജിങ് സെന്ററുകളെ വ്യഭിചാരശാലകളാക്കി മാറ്റുന്ന ചില സ്പാകളെ മാത്രമേ ഞാൻ അടച്ചു കുറ്റം പറയുന്നുള്ളൂ. അത് തെറ്റ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നമ്മളുടെ കണ്ണിൽ പൊടിയിടുവാനായിട്ട് നടത്തുന്ന റെയ്ഡുകളെ കുറിച്ചാണ് ഇപ്പോൾ ആതിര പറഞ്ഞത്. അത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച നടന്നത്. അതായത് നമ്മുടെ തൃക്കാക്കര SHO ആയിട്ടുള്ള AK സുധീറിനെ ചേരാനെല്ലൂരിലെ ഒരു സ്പായിൽ നിന്നും വിജിലൻസ് പൊക്കിയിരുന്നു. അയാളെ ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. മനസ്സിലായോ? അയാൾക്കെതിരെ ഈ സ്പായിൽ നിന്ന് തന്നെ ഒരു പരാതി ഉണ്ടായിരുന്നു വിജിലൻസിന്. അതായത് ഇയാൾ സ്ഥിരമായി സ്പായിലെത്തി പണം ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്പാ എന്ന് പറയുന്ന സംഭവത്തിന് ലൈസൻസ് ഉള്ള എത്ര സ്പാകൾ നമ്മുടെ എറണാകുളം ജില്ലയിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിരലിലെണ്ണാവുന്ന സ്പാകൾക്ക് മാത്രമേ നമ്മുടെ എറണാകുളം ജില്ലയിൽ ലൈസൻസ് ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ ഈ പറയുന്ന പോലെ തന്നെ പോലീസും സ്പാ ഓണേഴ്സും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എല്ലാം പൊക്കോണ്ടിരിക്കുന്നത്. അതിൽ പണം മാത്രമല്ല ആതിര, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, പണം മാത്രമല്ല. ആതിര പറഞ്ഞ പോലുള്ള സർവീസുകൾ ചില തലമുതിർന്ന ഏമാന്മാർക്ക് സൗജന്യമാണ്. സൗജന്യമായി കിട്ടുന്ന ഈ സർവീസും അതിനൊപ്പം കിട്ടുന്ന പണവും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് എന്ത് നെറിയേടിനും തലയാട്ടി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായി നമ്മുടെ പോലീസ് പല സ്ഥലങ്ങളിലും മാറിയിട്ടുണ്ട്. പണ്ട് മണൽകടത്തിന് കൂട്ടുനിന്ന പോലീസുകാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്, അറിയാമല്ലോ, ആ ഒരു സംഭവം കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്യുന്ന എത്രയോ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് പോലീസുകാർക്ക് ലിങ്ക് ഉണ്ടെന്നറിയും. അവരുടെ ബിനാമി ബിസിനസ്സുകൾ, മിക്ക പോലീസുകാർക്കും തന്നെ ബിനാമി ബിസിനസ്സുകൾ പലതും ഉണ്ട്. ഇവിടെ ബസ് ഓണേഴ്സ് ആയിട്ടുള്ള പോലീസുകാരുണ്ട്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകാരായിട്ടുള്ള പോലീസുകാരുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുന്നത് മണി ലോണ്ടറിങ് നടത്തുന്ന പോലീസുകാരുണ്ട്. ഇങ്ങനെയുള്ള പോലീസുകാർക്കെല്ലാം തന്നെ ഒത്താശ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിമിനൽ സംഘങ്ങളാണ്. അവരെ വളർത്തുന്നതും അവരെ കൊണ്ടു നടക്കുന്നതും എല്ലാം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ഇതെല്ലാം കണ്ട് എന്താണ് നടക്കുന്നതെന്ന് കയറി ചിന്തിച്ചിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനലുകൾ ഇവിടെ വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ 90% കാരണവും പോലീസുകാർ തന്നെയാണ്. ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇവിടെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യന് മറ്റു പല കാര്യങ്ങളും ചിന്തിക്കാനുള്ള സമയത്തിനിടയ്ക്ക് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയമുണ്ട്. ഇപ്പോൾ പോലീസുകാർ ശരിക്കും പറഞ്ഞാൽ കാക്കിയിട്ട് കൂടുതലും ചെയ്യുന്നത് എന്താണ്? റീൽസ് ആണ്. പോലീസ് റീൽസ്. നമുക്ക് അങ്ങനെ എല്ലാവരെയും അതിൽ കൊണ്ടുപെടുത്താനൊന്നും പറ്റില്ല. ഇതിനകത്തില് ഒരു ഭൂരിപക്ഷത്തോളം ആൾക്കാർ, കാരണം ഈ അധികാരം ഇരിക്കുന്ന ആൾക്കാരെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇന്ന് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ മേലുദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം എന്നെ സ്ഥലം മാറ്റുകയായിരിക്കും നടത്താൻ പോകുന്നത്. അല്ലാതെ ഞാൻ പറയുന്ന കേട്ടിട്ട് അദ്ദേഹത്തിനെതിരെ എനിക്കൊന്നും ചെയ്യാനോ, അല്ലെങ്കിൽ ആർക്കാണ് കൊണ്ട് പരാതി കൊടുക്കേണ്ടത്? എന്റെ മേലുദ്യോഗസ്ഥനെതിരെ എനിക്കൊരു പരാതി ഉണ്ടെന്ന് അദ്ദേഹത്തിനും മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാട്ടിലും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരിക്കും എൻ്റെ മേലുദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. എന്നെ പിടിച്ച് സ്ഥലം മാറ്റുക, അല്ലെങ്കിൽ എനിക്ക് എതിരെ എന്തെങ്കിലും കുറ്റം ചുമത്തി എന്നെ ഡീഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തുക, എനിക്ക് കൂടുതൽ സ്ട്രെസ്. എത്രയോ പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത്തരം പ്രഷറുകൾ താങ്ങാൻ പറ്റാതെ. ഈ പറയുന്ന സ്ട്രെസ്സുകൾ എന്ന് പറയുന്നത് നല്ല പോലീസുകാർക്കാണ്. അതായത്
ശരീരത്തിൽ കിടക്കുന്ന കാക്കിയെ ജീവനായിട്ട് കരുതി തൻ്റെ സർവീസിന് 100% ആത്മാർത്ഥത വെച്ച് പുലർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമാണ് ഇവിടെ സ്ട്രെസ് ഉള്ളത്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നടക്കണം. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഞാൻ സർവീസിലിരിക്കുന്ന സ്ഥലത്ത് ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടണമെന്ന് ചിന്തിച്ചുകൊണ്ട് സർവീസിലേക്ക് വരുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. ഈ പോലീസുകാരെക്കുറിച്ചും പട്ടാളക്കാരെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാക്കുണ്ട്. സാധാരണ ജനങ്ങൾക്കാണ് ശരീരത്തിനുള്ളിൽ ജീവൻ, പക്ഷെ പോലീസിനും പട്ടാളത്തിനും ജീവന്റെ ഉള്ളിലാണ് ശരീരം. അവർക്ക് ജീവൻ എന്ന് പറയുന്നത് കാക്കിയാണ്. ആ ഇട്ടിരിക്കുന്ന കാക്കി അത് അവരുടെ ജീവനായി കരുതി കൊണ്ടുപോകുന്ന പോലീസുകാർക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന ആരാണ്? ഇതുപോലുള്ള ക്രിമിനൽ സപ്പോർട്ടോടുകൂടി ഇവിടെ അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരാണ്. ഞാൻ എല്ലാ പോലീസുകാരെയും കുറ്റം പറയില്ല. എൻ്റെ അമ്മാവൻ, അതായത് എൻ്റെ അമ്മയുടെ സഹോദരൻ ഒരു സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. എൻ്റെ കസിൻ ബ്രദർ, അതായത് എൻ്റെ മൂത്ത അമ്മാവൻ്റെ മകൻ ഒരു പോലീസുകാരനാണ്. അദ്ദേഹം SI ആണ്. എൻ്റെ അളിയൻ ഒരു പോലീസുകാരനാണ്, അദ്ദേഹം ഹെഡ് കോൺസ്റ്റബിൾ ആണ്. അങ്ങനെ പോലീസുകാരുള്ള ഒരു ഫാമിലി തന്നെയാണ് ഞാനും വളർന്നു വന്നിട്ടുള്ളത്. നല്ല പോലീസുകാരെ തന്നെ കണ്ടിട്ടുമുണ്ട്. അവരൊന്നും തന്നെ ഈ പറയുന്ന ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഒന്നും പെടാതെ, എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കോൺസ്റ്റബിളായി ജോലിയിൽ കയറി, അതിനുശേഷം അദ്ദേഹം എക്സാം എഴുതിയാണ് അദ്ദേഹം സബ് ഇൻസ്പെക്ടറായി വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പോലീസുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വലിയ അമ്മാവൻ എന്ന് പറയുന്ന ആൾ, എൻ്റെ മൂത്ത അമ്മാവൻ, അതായത് എൻ്റെ അമ്മയുടെ ആങ്ങള എന്ന് പറയുന്ന ആൾ ഒരു പോലീസുകാരനായിരുന്നു. സതീഷ് കുമാർ എന്നാണ് പേര്. അദ്ദേഹം വെച്ചിച്ചിറയാണ് സർവീസ് ചെയ്യുന്നത്. റിട്ടയർ ആകുന്ന വെച്ചിച്ചിറയാണ്. അദ്ദേഹം ഇരുന്ന കാലത്തോളം അദ്ദേഹം പോയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനിലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നിട്ടില്ല. അദ്ദേഹം പരാതിക്കായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയോട് മോശമായി പെരുമാറിയെന്നോ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളാണെന്നോ രീതിയിൽ വന്നില്ല. എൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ രാജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണെങ്കിലും സർവീസിലുള്ള കാലത്തോളം അദ്ദേഹത്തെ പറ്റി ആർക്കും ഒരു കുറ്റം പറയാനില്ല. അല്ല, എന്തായാലും ഇത്തരം നല്ല ആൾക്കാരും ഉണ്ട്. അതേപോലെ തന്നെ പരാതി കൊടുക്കാൻ വരുന്ന ആൾക്കാരെ പീഡിപ്പിക്കുന്നത് പെൺകുട്ടിയെ പീഡിപ്പിച്ച ചൂഷണം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഇതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ തന്നെ രണ്ട് ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത്തരം സ്പാകൾ പൂട്ടും അല്ലെങ്കിൽ പൂട്ടിക്കെട്ടാൻ സാധിക്കും എന്നുള്ള ഒരു അത്തരം നിലപാടുകളൊന്നും നമുക്ക് ആരുടെയും ഭാഗത്തൊന്നും എടുക്കുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം ഇതിന്റെയൊക്കെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന, ചിലപ്പോ അധികാരത്തിലിരിക്കുന്നവർ തന്നെ ഉണ്ടാകാം. ഈ പറയുന്ന ഉദ്യോഗസ്ഥരെക്കാട്ടിലും മുകളിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കും ഇത്തരം സ്പാകളിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികളിൽ നിന്നും ഒക്കെ പങ്കുപറ്റുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു വഴികൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഇതിനകത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ പെട്ടുപോകാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠന പ്രകാരമൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇത്തരം സിറ്റികളിലൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കെണികളിൽ നിങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന മേലുദ്യോഗസ്ഥരൊക്കെ അവർ ഊരിപ്പോകും. അവരാരും ഇതിന്റെ ഒന്നും അനുഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫ് തന്നെ ആയിരിക്കാം പോകുന്നത്. അപ്പോൾ എന്തായാലും സ്പാകളുടെ മറവിൽ നടക്കുന്ന വ്യഭിചാരം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മറവിൽ തന്നെ ഇരിക്കട്ടെ. ഇത്തരം ആൾക്കാർ മറ നീക്കി പുറത്തേക്ക് വരികയാണെങ്കിൽ മാത്രം നമുക്ക് അവരെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ.